Vedantu Malayalam YouTube channel KEAM PYQ second ആയിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ basic concepts of chemistry നമ്മൾ ചെയ്തു ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ് Classification of Elements and Periodicity in their Properties നമ്മുടെ third chapter ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കേ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഉഷാറായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ PYQ first question എന്താണെന്ന് നോക്കാം The IUPAC name of the element is unbiennium. എത്രയാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം greater than 100 ഉള്ള അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സിന്റെ നെയിമിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു nomenclature IUPAC nomenclature നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം 1 2 3 ഇതിനൊക്കെ ഓരോ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നത് എന്താണ് unbiennium എന്നാണ് തന്നിട്ടുള്ളത്. unbiennium എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ് by എന്ന് പറഞ്ഞാൽ 2 ആണ് nil എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ല അവസാനം എന്തുണ്ടാവും ഒരു IUM ഉണ്ടായിരിക്കും ക്ലിയർ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ എലിമെന്റ് ഏതാണ് എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 120 ആണ് അറ്റോമിക് നമ്പർ വരുന്നത് ഓക്കേ ക്ലിയർ ആണോ നെക്സ്റ്റ് The number of electrons, protons and neutrons in a species, number of electrons, protons and neutrons in a species is given as 10, 11 and 12. Okay, 10, 11, 12 ആണ് നമുക്ക് ഒരു കോമ്പൗണ്ടിലുള്ള അല്ലെങ്കിൽ ഒരു എലമെന്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇത് ഏത് എലമെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മോട് പറഞ്ഞത് ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് ആ എലമെന്റിന്റെ കറക്റ്റ് സിംബൽ എന്നാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നമുക്കറിയാം പ്രോട്ടോൺസിന്റെ എണ്ണം 11 ആണെങ്കിൽ ആ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്തായിരിക്കും 11 ആയിരിക്കും അറ്റോമിക് നമ്പർ 11 ആരാണ് സോഡിയം കറക്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഉള്ള ഡൗട്ട് മാറി കിട്ടി നിയോൺ അല്ല സോഡിയം ആണ് നമ്മൾ ആൻസർ വരുന്നത് ഓക്കേ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞു പ്രോട്ടോണിന്റെ എണ്ണം 11 ഉം ന്യൂട്രോണിന്റെ എണ്ണം 12 ആണെന്ന് പറഞ്ഞു ഓക്കേ പ്രോട്ടോണിന്റെ എണ്ണം 11 ഉം ന്യൂട്രോണിന്റെ എണ്ണം 12 ആണെങ്കിൽ അറ്റോമിക് മാസ് നമ്പർ എന്തായിരിക്കും 23 ആയിരിക്കും 23 ആയിരിക്കും ഓപ്ഷൻ എയും റോങ് ആണെന്ന് മനസ്സിലായി ക്ലിയർ ഇനി നമുക്ക് എന്താണുള്ളത് ഇലക്ട്രോൺസിന്റെ എണ്ണം ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണെന്ന് പറഞ്ഞാൽ അതൊരു ന്യൂട്രൽ മോളിക്യൂൾ ആയിരുന്നെങ്കിൽ അതിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര ആയിരുന്നു 11 ആയിരുന്നു കാരണം അതിൽ 11 പ്രോട്ടോൺസ് ഉണ്ട് ക്ലിയർ ഒരു ന്യൂട്രൽ ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ് ഈക്വൽ ആണ് ഓക്കെ ഇവിടെ അങ്ങനെ ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ഒരു അയോൺ ആണെന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഒന്നുകിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെക്കാട്ടും കൂടാം അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറയാം ഓക്കെ കുറയാന്ന് വെച്ചാൽ എന്താണ് അവർ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിനെ അവർ എന്ത് ചെയ്തു അവരവിടുന്ന് ഡൊണേറ്റ് ചെയ്ത് കളഞ്ഞു ഓക്കെ അവിടുന്ന് ഒഴിവാക്കി കൂടാതെ പറഞ്ഞാൽ എന്താണ് അവര് കുറച്ച് ഇലക്ട്രോണും കൂടെ എടുത്തു കറക്റ്റ് അല്ലേ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് 11 ആയിരുന്നു വേണ്ടത് പക്ഷേ ഇവിടെ 10 ഉള്ളൂ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് ഒരു ഇലക്ട്രോൺ അവിടുന്ന് ലൂസ് ആയി പോയിട്ടുണ്ട് ക്ലിയർ ഓക്കെ അപ്പം ഒരു ഇലക്ട്രോൺ ലൂസ് ആയി പോയാൽ അതിൽ എന്ത് ചാർജ് ആണ് ഉണ്ടായിരിക്കുക പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടായിരിക്കുക ക്ലിയർ ക്ലിയർ അപ്പൊ നമ്മുടെ കറക്റ്റ് സിംബൽ എന്തായിരിക്കും സോഡിയം 1123 പ്ലസ് സോഡിയം 1123 പ്ലസ് ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Which of the following element is represented as Eka silicon? Eka silicon ആരാണെന്നാണ് ചോദിച്ചത് നമുക്കറിയാം നമുക്ക് എക്ക അലൂമിനിയം ഉണ്ടായിരുന്നു എക്ക സിലിക്കൺ ഉണ്ടായിരുന്നു കറക്റ്റ് അത് ഏതൊക്കെയായിരുന്നു ഗാലിയം ആൻഡ് ജെർമേനിയം ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ എക്ക സിലിക്കൺ എന്ന് പറഞ്ഞാൽ സിലിക്കൺ കഴിഞ്ഞിട്ട് ആരാണ് ജെർമേനിയം ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് The correct match among the following is ഇവിടെ നമുക്ക് കുറച്ച് എലിമെന്റ്സ് തന്നിട്ടുണ്ട് അവരുള്ള ഗ്രൂപ്പിന്റെ കുറച്ച് കോമൺ നെയിം നമുക്ക് തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് മാച്ച് ചെയ്യുന്നതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ഓക്കെ ഫസ്റ്റ് വൺ ലിഥിയം സോഡിയം പൊട്ടാഷ്യം നമുക്കറിയാം ഗ്രൂപ്പ് 1 എലിമെന്റ്സ് ആണ് ആ ഗ്രൂപ്പ് 1 എലിമെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ആൽക്കലി മെറ്റൽസ് ഇവിടെ ഏതാണ് 3 അപ്പോൾ A3 നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ സി ഉണ്ട് ഓപ്ഷൻ ഡിയും നമുക്ക് A3 ആണെന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് ആരാണ് ബെറിലിയം മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ആരാണ് ഗ്രൂപ്പ് 2 എലിമെന്റ്സ് ആണ് അവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അതായത് ബി എന്താണ് 1 ആണ് അപ്പൊ എന്താണ് ഓപ്ഷൻ ഡി ക്യാൻസൽ ആയി ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ കാരണം B1 പറയുന്നത് ഓപ്ഷൻ ബി സിയിലാണ് ക്ലിയർ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ സൾഫർ സെലീനിയം ഗ്രൂപ്പ് 16 എലിമെന്റ്സ് ആണ് ഈ ഓക്സിജൻ ഗ്രൂപ്പ് നമ്മൾ എന്താണ് വിളിക്കുന്നത് കാൽക്കോജൻസ് എന്നാണ് നമ്മൾ വിളിക്കുക ഓക്കെ അപ്പോൾ C4 ആണ് നെക്സ്റ്റ് നമുക്കുള്ളത് സിലിക്കോൺ ജെർമേനിയം ആർസനിക് ഇവരെന്താണ് സെമി മെറ്റൽസ് ആണ് ക്ലിയർ ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും A3B1C4 ആൻഡ്
D2 ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ കീം 2020 ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇതിൽ നിന്ന് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കീമിന് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലാണ് നമ്മൾ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും നല്ലോണം ഉഷാറായി പഠിക്കുക. എല്ലാവരും വീട്ടിലിരുന്ന് ഉഷാറായി പഠിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കീമിൻ്റെയും നീറ്റിൻ്റെയും ഒക്കെ പല എക്സാംസിൻ്റെയും വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും സ്റ്റേ ട്യൂൺ ടു ആ ചാനൽ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.